ഒറ്റയ്ക്ക് ചക്കരക്കിഴങ്ങ് ഉണ്ടാക്കിയ എൻ്റെ അമ്മേനെ കണ്ട് എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി. ഞാൻ കരുതി അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. പിന്നൊന്നും നോക്കിയില്ല, കാടും മലയും പുഴയൊക്കെ കടന്ന് നമ്മൾ 2 കറിവേപ്പില അരച്ചിട്ട ഇത് ഞാൻ നട്ട കറ്റാർവാഴ. പച്ചമുളക്, പുളി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ബിക്കോസ് ഓഫ് എനിക്കിഷ്ടം വെളുത്തുള്ളിയുടെ ടേസ്റ്റ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മളിനി ഇത് ക്രഷ് ചെയ്തെടുക്കണേ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമുക്ക് കാന്താരിപ്പറങ്കി വേണമെന്ന്. സോ നമ്മൾ കാന്താരിപ്പറങ്കി പോയി തപ്പിയതാണ് കേട്ടോ. കാന്താരിപ്പറങ്കി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു പച്ചമുളക് കണ്ടു. പിന്നെ അമ്മ പറഞ്ഞു പച്ചമുളക് ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പച്ചമുളക്. സോ ഞാനതൊന്നും പറിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ പോയിട്ടില്ല. അതിന് ശേഷം ഇതുപോലത്തെ ജാറെടുത്ത് അതിനകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് അതങ്ങ് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ആകെ ഇത്രപ്പെടുന്ന ഉള്ളി പിന്നെ പച്ചമുളകും കറിവേപ്പിലയും അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. പിന്നൊന്നും നോക്കിയില്ല, കഷ്ടപ്പെട്ടല്ലേ നമുക്ക് ഗുണം കിട്ടും. സോ നമ്മളിങ്ങനെ വാരിപ്പൊത്തിയൊക്കെ പിടിച്ച് അത് അതിനകത്തേക്ക് ഇതുപോലെ അങ്ങ് തട്ടിക്കൊടുത്തു. അധികം തട്ടിയാൽ പ്ലേറ്റ് പൊട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് തട്ടി. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കടവര കടവറേൻ്റെ ആവശ്യം ഇടിയില്ല കേട്ടോ. അതാ പറയുന്നത് ആസ്ഥാനത്ത് കയറി വെടിവെക്കുക. അതാര് പ്രവചിച്ചാന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇനി അങ്ങനെ ഒരു പ്രവചനം ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഇതുപോലെ മിക്സിയിലിട്ട് നമ്മളതങ്ങ് അടിച്ചെടുക്കണം. അടിച്ചിട്ട് നല്ലോണം അരഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മളതങ്ങനെ അരച്ചെടുക്കണം. അതിന് ശേഷം ഒരു കോപ്പ് എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് ഉപ്പിടുക, മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച സാമാനങ്ങളൊക്കെ എടുത്ത് ഇതുപോലെ ഓരോരോ സ്പൂണ് കൊണ്ടെടുത്ത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് തട്ടുക. അങ്ങനെ തട്ടിയാൽ സ്ലോ ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് എടുത്തങ്ങ് തട്ടണം. പിന്നെയൊന്നും നോക്കണ്ട, ഇളക്കിക്കൊണ്ടേയിരിക്കുക. സഹൃദരായ നാട്ടുകാരി, ഈ സമയത്ത് എനിക്കോർമ്മ വന്ന പാട്ട് നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സാറ് തിരിച്ച് അതേ ഫ്ലോയിൽ തന്നെ ഞാൻ കൈ കഴുകാൻ വേണ്ടി പോയേ. അല്ലപ്പ നമുക്ക് പോണ്ടേ, ഈ ഇളക്കലിന് തീർന്നില്ലേ? മാറി നിൽക്കട ഉണ്ണിശേഖരൻ എന്ന് പറഞ്ഞുകൊണ്ട് അതേത് ശേഖരൻ മുക്കി കഴിക്കുക. സംഭവം അടിപൊളിയായിരുന്നു, നല്ല കോംബോ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്.